LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതു സർക്കാർ നടപ്പാക്കിയത് നവകേരളത്തിലേക്ക് നയിക്കുന്ന നയങ്ങൾ വിമർശിച്ചവരെയെല്ലാം ഇന്ന് നിശബ്ദരാക്കിയെന്നും മുഖ്യമന്ത്രി. സാമ്പത്തികമായി കേരളത്തിലെ കേന്ദ്രം ഞെരുക്കിയെന്നും വിമർശനം. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവിട്ടു. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അത് ഈ ഘട്ടത്തിൽ തീർത്തും അപ്രത്യക്ഷമായി. ഈ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു. അവരും നിശബ്ദരായി. ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി. ഇഴഞ്ഞു നീങ്ങിയ കൊച്ചി മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്കെതിരെ അതിക്രമത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി. സ്റ്റേഷനിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പരാതി ലഭിച്ച ഉടൻ ഇടപെട്ടെന്നും പിണറായി വിജയൻ. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു. അതാണ്. അതേസമയം ദേശീയപാത ഇടിഞ്ഞു വീണത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പിണറായി വിജയൻ. വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങളുണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. ഇപ്പോൾ നടന്നിട്ടുള്ള വർക്ക് മറ്റ് വീഴ്ചകളില്ലാതെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്.